അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഇപ്പോൾ സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് ഒരുപാട് ഇപ്പോൾ ക്രാഫ്റ്റ് ആണെങ്കിലും ഇപ്പോൾ സ്കൂൾക്കാണെങ്കിലും പല ഇതിനും നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനും അല്ലെ ജേർണലിങ് ചെയ്യാനും ഒക്കെ തന്നെ ആയിട്ട് സ്റ്റിക്കേഴ്സ് ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ ഇപ്പോൾ വരയ്ക്കാനൊന്നും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഐഡിയ തന്നെയാണ് നമ്മൾ സ്റ്റിക്കേഴ്സ് ഇതുപോലെ നമുക്കിപ്പം പിൻട്രസ്റ്റ് നിന്നാണെങ്കിലും ഗൂഗിളിൽ നിന്നാണെങ്കിലും ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കിട്ടും. അപ്പോൾ ഇത് പിൻട്രസ്റ്റ് നിന്നാണെങ്കിൽ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എന്നൊക്കെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ബോർഡറിലൂടെ ഇതുപോലെ വൈറ്റ് കളറിലൊക്കെ ഒരുപാട് സ്റ്റിക്കർ ഫോട്ടോസ് അല്ലെങ്കിൽ ഇമേജസ് കിട്ടും. അത് ജസ്റ്റ് അവിടെ 3 ഡോട്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാലറിയിലേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ വൈറ്റ് പോർഷൻസ് ഉള്ളത് എടുത്തെങ്ങാനും നമ്മൾ ഇപ്പം പ്രിൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ കട്ട് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിരിക്കും ആ ഒരു വൈറ്റ് പോർഷൻ കൂടെ വരുന്ന സമയത്ത്. പിന്നെ അതുപോലെ സ്റ്റിക്കറിൻ്റെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ വരിക. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് കട്ടിംഗ് ഒക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പിക്ചേഴ്സ് സെലക്ട് ചെയ്യുക. ആക്ച്വലി ഞാൻ ഈ ഒരു പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് മോൻ്റെ ബാഗിൻ്റെ മുകളിൽ ഒരു കാറിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ ബാക്കിയും കൂടെ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഈ ഒരു ഷീറ്റ് എന്ന് പറയുന്നത് സ്റ്റിക്കർ ഷീറ്റാണ്. 33-48 സെൻറ്റിമീറ്റർ ആണ് സൈസ് വരിക. അത് നോർമൽ അധിക ലേസർ പ്രിൻ്ററിലും വരുന്നൊരു സൈസാണ് പേപ്പറിൻ്റെ. പിന്നെ ആണെങ്കിൽ ഇത് പ്രിൻറ്റിങ് ചെയ്തത് ലേസർ പ്രിൻറ്റിങ്ങും ആണ്. പിന്നെ ഈ ഒരു വൈറ്റ് ഔട്ട്ലൈനാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ഔട്ട്ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. പിന്നെ എനിക്ക് ഈ ഒരു ഷീറ്റിൽ ഒരു 120ഓളം സ്റ്റിക്കേഴ്സ് ഇതുപോലെ അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലെങ്ങനെയാണ് ഷീറ്റിൽ സെറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ ലാസ്റ്റിലേക്ക് പറഞ്ഞുതരാം. അപ്പം ഇത്രയും സ്റ്റിക്കേഴ്സ് പിന്നെ നമ്മൾ കട്ടിങ് നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ. അതിനിപ്പോൾ വേറെ ആരും വരില്ല. അപ്പം ഇപ്പം കൂടുതൽ പേർക്കും വെക്കേഷനാണ്. വെക്കേഷനില്ലാത്തവരും ഉണ്ട്, ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തവരൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഇപ്പം വെക്കേഷൻ ടൈം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെറുതെ എന്താ പറയുക ഒരു കാര്യവും ചെയ്യാതെ നടക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്തൊക്കെ റെഡിയാക്കിയൊക്കെ വെക്കാം. സ്കൂളൊക്കെ തുറക്കുമ്പോഴേക്കും നമുക്ക് പുതിയ ബുക്സും പുതിയ ഐറ്റംസ് കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അതിലേക്കൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡെസ്ക് ഡെക്കോർ ചെയ്യാനോ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ടൈമാണ് ഇപ്പം ഇതൊക്കെ ചെയ്ത് വെക്കാനുള്ള. പിന്നെ ആണെങ്കിൽ നമ്മുടെ ടൈമും വെറുതെ പോവില്ല. പിന്നെ വരയ്ക്കാനൊക്കെ അറിയുന്നവരും അതിഷ്ടമുള്ളവരും അങ്ങനെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരച്ച് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയും നമുക്ക് സ്റ്റിക്കേഴ്സ് ചെയ്യാം. പിന്നെ അതൊന്നും പറ്റാത്തവരോ അല്ലെങ്കിൽ സമയമില്ലാത്തവരോ അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഐഡിയ ആണ്. പിന്നെ കുറച്ച് മടിയുള്ളവർക്കും അവരെയും പറയാം, മടിയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അത് കട്ടിങ് എന്തായാലും നമ്മൾ തന്നെ ചെയ്യുകയും വേണം. പിന്നെ ഈ ഒരു സ്റ്റിക്കേഴ്സ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതില്ല, എപ്പോഴും ചെറിയ ഇതുപോലത്തെ സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ ബോർഡർ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. വലിയ സിസേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര സിമ്പിളല്ല. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇതുപോലെ ചെറിയ സിസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോസ് കാണുമോ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. കാരണം ഇതൊന്നും അത്ര നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചിരുന്ന് മൈൻഡൊന്നും കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളല്ലല്ലോ. എന്തെങ്കിലും നിങ്ങളിപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു സൈഡായിട്ട് ചെയ്ത് തീർക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം ഒരു നേരം കുത്തിരുന്ന് ചെയ്യണ്ട, മെല്ലെ മെല്ലെ കുറച്ചായിട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് വെക്കുക. വെറുതെ ഓരോ ദിവസവും ഒന്നും ചെയ്യാതെ ആയി പോവണ്ടല്ലോ, ഒരു പ്രൊഡക്റ്റീവായിട്ട് വരിക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ഇരിക്കുന്ന സമയത്തൊക്കെ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു പണിയാണ്. പിന്നെ അതിന് നമ്മൾ പ്രിൻ്റ് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ഓരോ ഷോപ്പിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഓരോ ലൊക്കേഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഒരു നോർമലി ഒരു 30 രൂപ മുതൽ ഒരു 50 രൂപ വരെയാണ് വരാറുള്ളത്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷോർട്ടിൽ അങ്ങനെ ഇട്ട സമയത്ത് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എത്ര 120യോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, ഭയങ്കര കുറച്ചധികം റേറ്റ് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ ഒരു റേഞ്ചൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ ചില ലൊക്കേഷനിൽ. ഓരോ ലൊക്കേഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരിക. നോർമലി ഈ ഒരു റേറ്റിലാണ് ഉണ്ടാവാറുള്ളത് സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അതുപോലെ ഈ സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഇത് എഡിറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത് കേട്ടോ. അപ്പം ആദ്യം ഞാൻ ഈ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് ക്യാൻവ ആപ്പാണ്. അപ്പോൾ അതിൽ ആദ്യം ഒരു ഡോക്യുമെൻ്റ് എടുക്കുക, അതിനുശേഷം അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന പ്രിൻ്ററിൽ ഇടാൻ പറ്റിയ പേപ്പറിൻ്റെ സൈസ് ഏതാണോ ആ ഒരു സൈസാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അത് എൻ്റേത് 33-48 സെൻറ്റിമീറ്ററാണ് പേപ്പറിൻ്റെ സൈസ് വരുന്നത്. ആ ഒരു സൈസിൽ ഞാനൊരു ന്യൂ ഡോക്യുമെൻ്റ് ഒരു ബ്ലാങ്ക് പേജ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എലമെൻറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലൈൻസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഷേപ്സിൻ്റെ സെക്ഷനിൽ കാണാൻ പറ്റും. ആ ഒരു ലൈൻസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ലെങ്ത്ത് അല്ലെങ്കിൽ ഹൈറ്റ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ക്യാൻവയിൽ തന്നെ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഇതിൽ ഇങ്ങനെ കാണാൻ പറ്റും അതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. അത് ആ ഒരു ഇതിൻ്റെ ലെങ്ത്താണ്, ആ ഒരു ലൈനിൻ്റെ. അതൊരു എനിക്കിപ്പോൾ വേണ്ട സ്റ്റിക്കറിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 2.5 സെൻറ്റിമീറ്റർ അല്ലെ 3 സെൻറ്റിമീറ്റർ ഈ ഒരു സൈസിലാണ് ഞാൻ സ്റ്റിക്കേഴ്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2.5 സെൻറ്റിമീറ്റർ ഞാൻ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതാണ് നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഇതിൽ ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അത് എൻ്റെ ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ മെഷർമെൻറ്റും സെൻറ്റിമീറ്ററിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ മെഷർമെൻറ്റ് വരിക കേട്ടോ. അപ്പോൾ ഇതാ 2.5 ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള പിൻട്രസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സ് നമ്മളിതിലേക്ക് ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ക്യാൻവയിലേക്ക്. അതിനുശേഷം നമ്മൾ ഡോക്യുമെൻറ്റിലേക്ക് ജസ്റ്റ് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ലൈൻസ് ഈ സ്റ്റിക്കറിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ലൈൻസിൻ്റെ സൈസിലേക്ക് നമ്മൾ ഈ ഒരു സ്റ്റിക്കേഴ്സ് ഇങ്ങനെ റീസൈസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സെയിം ആ ഒരു 2.5 ആണ് നമ്മൾ സെറ്റ് ചെയ്തതെങ്കിൽ ആ ഒരു 2.5 സെൻറ്റിമീറ്ററിൽ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടും. അപ്പം ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു സ്റ്റിക്കേഴ്സ് മാത്രമല്ല, നിങ്ങൾക്ക് ഫോട്ടോസോ വേറെ എന്ത് വേണമെങ്കിലും പ്രിൻ്റ് എടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു സൈസിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്ത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ലൈൻസ് അങ്ങ് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക, പ്രിൻ്റ് എടുക്കുക. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സ്. ഇനിയിപ്പോൾ ഞാൻ ഒരു 3 സെൻറ്റിമീറ്റർ സൈസിലാണ് അടുത്തൊരു സ്റ്റിക്കർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ലൈന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഒരു 3 സെൻറ്റിമീറ്ററിലാക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതുപോലെ നമ്മൾ ആ ഒരു സ്റ്റിക്കേഴ്സ് റീസൈസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കറക്റ്റ് നമുക്ക് ആ ഒരു സൈസിൽ തന്നെ സ്റ്റിക്കേഴ്സ് കിട്ടും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഇപ്പം സൈസിലും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ക്യാൻവയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ സൈസ് ഇപ്പോൾ ഫോണിലൊന്നും അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റില്ല, എത്ര ഓരോ എലമെൻസിൻ്റെയും. അപ്പം നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സൈസൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഈ നമ്മൾ സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ലൈൻസൊക്കെ ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു എഡിറ്റിങ്ങും സംഭവങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ കലണ്ടറിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ വീഡിയോയിലെങ്കിലും നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ കട്ട് ചെയ്തതുപോലെ ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. പിന്നെ എല്ലാവരും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റീവായിട്ട് എല്ലാ ദിവസവും ചെയ്യാൻ നോക്കുക, വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട. അപ്പം നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.